23-ാം തീയതി നമ്മൾ എല്ലാവരും ഉറക്കം എഴുന്നേറ്റത് ഒരു ഞെട്ടലോടെയാണ് നമുക്ക് എല്ലാവർക്കും ഓർക്കാൻ സാധിക്കും അല്ലെ. ഏപ്രിൽ 22-ാം തീയതി നമ്മൾ എല്ലാവരും ഒരിക്കലെങ്കിലും പോയിട്ടുള്ള അല്ലെങ്കിൽ ടിവികളിലും പാട്ടുകളിലും സിനിമകളിലും കണ്ട് നമ്മൾ പോകാൻ ആഗ്രഹിച്ചിട്ടുള്ള അനന്തനാഗ് ഡിസ്ട്രിക്റ്റിലെ ജമ്മു ആൻഡ് കാശ്മീരിലെ അനന്തനാഗ് ഡിസ്ട്രിക്റ്റിലെ പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് 26 സിവിലിയൻസ്, അതായത് യാത്ര ചെയ്തിട്ടുള്ള ടൂറിസ്റ്റായ സ്ഥലം ആസ്വദിക്കാൻ പോയിട്ടുള്ള 26 സിവിലിയൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? തീവ്രവാദികളാൽ വധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വാർത്ത വളരെ ഞെട്ടലോടെയാണ് ഇന്ത്യൻ ജനത നോക്കിക്കണ്ടത്. അതിനുശേഷം മെയ് 8-ാം തീയതി, അതായത് ഇന്നലെ നമ്മൾ ഉറക്കമുണർന്നത് ഓരോ ഇന്ത്യക്കാരനും കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാർത്തയാണ്. അതെ, ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് മെയ് 7-ാം തീയതി 2025 കൃത്യം 1:44 AM ഒരു പ്രസ് റിലീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് എന്താണത്? A little while ago, the Indian Armed Force launched Operation Sindoor, hitting terrorist infrastructure in Pakistan and Pakistan-occupied Kashmir. പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലെയും ടെററിസ്റ്റ് സ്പോട്ടുകൾ, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ 9 ടെററിസ്റ്റ് സൈറ്റുകൾ നമ്മുടെ ഇന്ത്യൻ ആംഡ് ഫോഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മിസൈൽ വർഷം ചൊരിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. അതായത് ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നോ പാകിസ്ഥാനി മിലിറ്ററി ഫെസിലിറ്റീസ് ഹാസ് ബീൻ ടാർഗറ്റഡ്. അതായത് പാകിസ്ഥാനി മിലിറ്ററി സർവീസുകളെയോ അവിടെയുള്ള സിവിലിയൻസിനെയോ ഒന്നും ബാധിക്കാത്ത രീതിയിലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ 9 ടെററിസ്റ്റ് സ്പോട്ടുകളാണ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഏതൊക്കെയാണ് ഈ 9 സ്പോട്ടുകൾ എന്ന് പറയുന്നത്? ഏതൊക്കെയാണ് ഈ 9 സ്പോട്ടുകൾ? അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ സ്ട്രോങ് ഹോൾഡുള്ള ഭവലാപൂർ, അതുകൂടാതെ തന്നെ ലഷ്കർ ഇ തൈബയുടെ ബേസ് ആയിട്ടുള്ള മുരിഡ്കെ, അതുകൂടാതെ നമുക്ക് മുസാഫാബാദ്, കോട്ട്ലി, ഗുലാപൂർ, ഭിംഭർ, സിയാൽകോട്ട്, ചക്കംബ്രു, അങ്ങനെയുള്ള മുരിഡ്കെ, ബവലാപൂർ തുടങ്ങിയ 9 സ്ഥലങ്ങളിലാണ് ഈ ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ 2025 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മൾ പറഞ്ഞ പോലെ 26 സിവിലിയൻസ് ആണ് 22-ാം തീയതി ഏപ്രിൽ 2025 പഹൽഗാമിൽ വെച്ച് കൊല്ലപ്പെട്ടത്. നമ്മളടുത്ത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പഹൽഗാം എന്ന് പറയുന്നത് ഏത് ഡിസ്ട്രിക്റ്റിലാണ് എന്നുള്ളത്. സോ ഇറ്റ് ബിലോങ്സ് ടു അനന്തനാഗ് ഡിസ്ട്രിക്റ്റിലാണ്. സോ പഹൽഗാം അറ്റാക്കിനെ തുടർന്ന് നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ സസ്പെൻഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ കരാറായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1960-ൽ അന്നത്തെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അയൂബ് ഖാനും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ള ഒരു കരാറായിരുന്നു. അതായത് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ട്രീറ്റി ആയിരുന്നു ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത്. അത് സസ്പെൻഡ് ചെയ്യുകയും അതിനുശേഷമാണ് 2025 മെയ് 7-ന് ഓപ്പറേഷൻ സിന്ദൂർ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫ്ലോ നമ്മൾ ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും, എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. സോ ഓപ്പറേഷൻ സിന്ദൂർ എന്താണ് എന്ന് ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസൈൽ വർഷം ചൊരിഞ്ഞു എന്നുള്ളത് അല്ലെ. അപ്പൊ ഏതൊക്കെ മിസൈൽസ് ആണ് യൂസ് ചെയ്തത്? സ്കാൽപ് എന്ന് പറയുന്ന മിസൈലാണ് ഇതിനു വേണ്ടി ഇന്ത്യൻ ആംഡ് ഫോഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആംഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ആർമി, നേവി, എയർഫോഴ്സ് ഇവർ 3 പേരും ഉൾക്കൊള്ളുന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. ഇനി സ്കാൽപ് മിസൈലുകളെ ഫയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ജെറ്റ് ഏതാണ്? റാഫേൽ ജെറ്റുകളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് റാഫേൽ ജെറ്റ്, ഇതാണ് നമ്മുടെ സ്കാൽപ് മിസൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇന്ത്യ conducted precision missile strike on Pakistan under Operation Sindoor. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒരു പ്രിസിഷൻ മിസൈൽ സ്ട്രൈക്ക് ആണ്. യൂസ് ചെയ്ത മിസൈൽ എന്ന് പറയുന്നത് സ്കാൽപ് ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഈ ഓപ്പറേഷൻ 25 മിനിറ്റ്സ് ആണ് ഈ ഓപ്പറേഷൻ ഉണ്ടായിരുന്നത്. 25 മിനിറ്റ്സ് ആണ് ഇന്ത്യയുടെ ആംഡ് ഫോഴ്സിന്റെ മിസൈൽ വർഷം നമ്മൾ പറഞ്ഞിട്ടുള്ള 9 സ്പോട്ടുകളിലേക്ക് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കുക. എവിടെയാണ്? പാകിസ്ഥാനിലും ജമ്മു ആൻഡ് കാശ്മീരിൽ പാകിസ്ഥാനിലും പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് ആയിട്ടുള്ള ജമ്മു ആൻഡ് കാശ്മീരിലും എന്നുള്ള കാര്യം ഓർക്കുക. റെഡി? ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ആംഡ് ഫോഴ്സ് ആണ് ഇത് കണ്ടക്ട് ചെയ്തത് എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ ആവുമ്പോൾ ഈ ആംഡ് ഫോഴ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്പോയിന്റ്മെന്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ദാറ്റ് ഈസ് നമ്മുടെ CDS എന്ന് പറയുന്നത് ജനറൽ അനിൽ ചൗഹാൻ ആണ് ഇപ്പോഴത്തെ ചീഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണ് അജിത് ഡോവൽ ആണ് ഇപ്പോഴത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. ആർമി ചീഫ് ആണ് ഉപേന്ദ്ര ദ്വിവേദി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ എയർ ചീഫ്
ചീഫ് എന്ന് പറയുന്നത് അമർപ്രീത് സിംഗ് ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇപ്പോഴത്തെ എയർ ചീഫ് എന്ന് പറയുന്നത് അമർപ്രീത് സിംഗ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇപ്പോഴത്തെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ദിനേശ് കുമാർ ത്രിപതി. ഇതെല്ലാം തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കോഡുകൾ വെച്ച് നമ്മൾ പലപ്പോഴായിട്ടും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ചുകൂടിയും അപ്പോയിന്റ്മെന്റുകളിലേക്ക്, അതായത് പഹൽഗാം അറ്റാക്ക് തുടങ്ങി വളരെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ പേപ്പറുകളിൽ വരുന്ന കുറച്ച് അപ്പോയിന്റ്മെന്റുകൾ നമ്മൾ എന്തായാലും നോക്കി വെക്കണം. നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഹോം മിനിസ്റ്റർ അമിത് ഷാ, ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ. ഇതുവരെ നമുക്ക് യാതൊരുവിധ കൺഫ്യൂഷനും ഉണ്ടാവത്തില്ല. നമ്മുടെ ഡിഫൻസ് സെക്രട്ടറി ആണ് രാജേഷ് കുമാർ സിംഗ്, ഹോം സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി, നമ്മുടെ പെർമനന്റ് റെപ്രസെന്റേറ്റീവ് ഓഫ് ഇന്ത്യ ടു UN പർവതനേനി ഹരീഷ്. ഇത്രയും അപ്പോയിന്റ്മെന്റ്സ്. അത് കൂടാതെ തന്നെ നമ്മൾ പാകിസ്ഥാനിലേക്ക് പോവുകയാണെങ്കിൽ പാക് PM എന്ന് പറയുന്നത് ഷഹബാസ് ഷെരീഫാണ്. ഇപ്പോഴത്തെ പാക് PM എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി വരുന്നത് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് N വിഭാഗമാണ് വരുന്നത്. ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഒമർ അയൂബ് തെഹ്രീക്ക് ആണ് അദ്ദേഹത്തിന്റെ പാർട്ടി വരുന്നത്. അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഖ്വാജ ആസിഫ് ആണ്. ഫോറിൻ മിനിസ്റ്റർ ഇസ് മുഹമ്മദ് ഇഷ്ഖ്ദാർ. ആർമി ചീഫ് വരുന്നത് ആസിം മുനീർ ആണ് എന്നുള്ള കാര്യം കൂടിയും നോക്കി വെക്കുക. ഇതെല്ലാം തന്നെ വളരെ റീസെന്റ് ആയിട്ട് പേപ്പറുകളിൽ വരുന്ന അപ്പോയിന്റ്മെന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ പൊസിഷൻസ് എല്ലാം നമ്മൾ ഓർത്ത് വെക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നു കഴിഞ്ഞു. അതിന് മുന്നേ പെഹൽഗാം അറ്റാക്ക് ഉണ്ടായി അല്ലേ. അതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിട്ടുള്ള മേജർ കുറച്ച് വാറുകൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വാർ 1947 നടന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് 1947 ഈ 1947 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ ഒരു വാർ നടന്നത്? അതായത് ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് തന്നെയാണ് ഈ വാറിന്റെ റീസൺ എന്ന് പറയുന്നത്. അതിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഒരു വാറിലാണ് ഇന്ത്യ ജമ്മു ആൻഡ് കാശ്മീരിന്റെ കൺട്രോൾ 2/3 ഓഫ് ദ ജമ്മു ആൻഡ് കാശ്മീരിന്റെ കൺട്രോൾ ഇന്ത്യ സ്വന്തമാക്കിയത്. പിന്നീടാണ് 1965 വാർ. 1965 വാറിൽ ഒരു ഓപ്പറേഷൻ, അതായത് ഓപ്പറേഷൻ ഗിബ്രാൾട്ടർ വഴി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പാകിസ്ഥാൻ ഈ ഒരു ഏരിയ, അതായത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഏരിയ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സക്സീഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പിന്നീടാണ് 1971 വാർ എന്ന് പറയുന്നത്. 1971 വാർ ഫോർ ദി ഇൻഡിപെൻഡൻസ് ഓഫ് ബംഗ്ലാദേശ്. അതായത് ഇന്ത്യ പാകിസ്ഥാനെ ഡിഫീറ്റ് ചെയ്യുകയും ബംഗ്ലാദേശിനെ ഇൻഡിപെൻഡന്റ് നേഷൻ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1999 വാർ കാർഗിലാണ് നടന്നത്. Pakistani intruders entered Indian territory and were repelled by the Indian army. That is 1999 war കാർഗിലാണ് നടന്നത്. ഇനി നമുക്ക് എന്ത് നോക്കാം? ഇന്ത്യയും പാകിസ്ഥാനും ഇൻവോൾവ് ആയിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസും കൂടി നോക്കേണ്ടതുണ്ട്. ഓപ്പറേഷൻ ഗിബ്രാൾട്ടർ 1965 വാറിൽ, ഇന്തോ പാക് വാറിൽ ഉണ്ടായതാണ്, നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി 1984 ക്യാപ്ചർ ഓഫ് സിയാച്ചിൻ ഗ്ലേഷ്യറിന്റെ റിലേറ്റ് ചെയ്ത് നടന്ന ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ മേഘദൂത് എന്ന് പറയുന്നത്. 1999 കാർഗിൽ വാർ ഓഫ് 1999 സമയത്താണ് ഓപ്പറേഷൻ വിജയ് നടന്നത്. ഓപ്പറേഷൻ പരക്രം എന്ന് പറയുന്നത് ഇന്തോ പാക് മിലിറ്ററി സ്റ്റാൻഡ് ഓഫ് 2001-2002 സമയത്താണ് ഓപ്പറേഷൻ പരക്രം നടന്നിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയുമാണ് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഓർക്കാനുള്ള സ്റ്റാറ്റിക് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നടന്നിട്ടുള്ള പെഹൽഗാം അറ്റാക്ക് ആണെങ്കിലും അതിനെ തുടർന്ന് നടന്നിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഫാക്ട്സുമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. റെഡി? അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള കാര്യമാണ് നമ്മുടെ SSC CGL മാസ്റ്റർ ബാച്ച് ക്രാഷ് കോഴ്സിന്റെ കാര്യം. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ കാലയളവ് കൊണ്ട് SSC CGL സിലബസ് കവർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ബാച്ചാണ് SSC CGL മാസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത് ക്രാഷ് കോഴ്സ് ആണ്. 1999 ആണ് ഈ ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത്. അഡ്മിഷൻ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ കാലയളവ് കൊണ്ട് നിങ്ങൾക്ക് SSC CGL സിലബസ് കവർ ചെയ്യാനും കൂടുതൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വഴി സിലബസ് ക്രാക്ക് ചെയ്തുകൊണ്ട് ഈ എക്സാമിന്റെ CGL എക്സാമിന്റെ CBT 1 ക്രാക്ക് ചെയ്യാനാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഈ ബാച്ച്. ഇനിയല്ല, നിങ്ങൾ SSC കണ്ടക്ട് ചെയ്യുന്ന എല്ലാ എക്സാമുകളും ഫോക്കസ് ചെയ്യുന്ന ഒരു ആസ്പിറന്റ് ആണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ സെലക്ഷൻ ബാച്ച് ആണ്. SSC CGL സെലക്ഷൻ ബാച്ച് 5999 ആണ് ഈ ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത്.
ഇതിൽ നമുക്ക് CBT1 അതായത് CGL എക്സാമിന്റെ CBT1 ആൻഡ് CBT2 കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു ആസ്പിറന്റിന് നിങ്ങൾ ഏത് കൈൻഡ് ഓഫ് ആസ്പിറന്റ് ആണ്, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ നീഡ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബാച്ചിനെ കുറിച്ചുള്ള 2 ബാച്ചിലും ജോയിൻ ചെയ്യാനുള്ള ഗൂഗിൾ ഫോം താഴെ വീഡിയോയുടെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്